ചപ്പാത്തി ഉണ്ടാക്കാൻ പോലും ഞാൻ എത്ര കഷ്ടപ്പെട്ട് വരുത്തിയിട്ടുള്ളത്. ഇതെങ്ങനെ ഞാനൊരു മൂക്കാ കേൾക്കും. വീട്ടിലതേ മൂക്കാണല്ലോ, തടിച്ച മൂക്ക്. ഒരു കണ്ടിട്ടേക്ക് വേറെ എന്തൊക്കെ പോലെ. ആ മൂക്ക് അങ്ങനെ ചോറിയുണ്ട്. ഈശ്വര, എന്നെ കണ്ടിട്ട് എനിക്കെന്നെ പേടിയാവുണ്ട്. ചെറുപ്പത്തെ പോലെ എടുക്കാത്ത. ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പ്രത്യേകത ഉള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ്. ഇന്നൊരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്. മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കും ഏതോ സെലിബ്രിറ്റിയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വേറെ ആരുമല്ല, നമ്മുടെ മഹാത്മാഗാന്ധിയുടെയാണ്. അത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, എനിക്കറിയാം. പക്ഷെ ഞാൻ കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇത് ഞാൻ ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് അത്രയേ ഉള്ളൂ. ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ ഒരുപാട് പേരത് കാണുമ്പോൾ ഇങ്ങനെ ഇൻസ്പയർഡ് ആവാറുണ്ട്. എനിക്കിങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടാവാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇത് അത്ര ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു തോട്ട് വന്നത്. എനിക്കറിയില്ല എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പം ഞാനധികം കത്തിയടിക്കുന്നില്ല, നമുക്ക് വീഡിയോ കാണാം. ഗാന്ധിജീൻ്റെ ഫേസ് ആയതുകൊണ്ടാണ് ഒരു ടെൻഷൻ. എങ്ങനെ അതെൻ്റെ ഫേസിൽ വർക്കാവുമെന്ന് പോലും എനിക്കറിയില്ല. ഈ ചുളിവുകളും കാര്യങ്ങളും എന്നാലും കുറച്ച് വലിയ ഫേസ് ആയതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സീ. പിന്നെ ഗാന്ധിജീൻ്റെ തല കഷണ്ടിയാണല്ലോ. എൻ്റെ കയ്യിൽ കഷണ്ടിയാക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല. ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. ഞാനൊരു സാധനം അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മറ്റേ ഒരു സംഭവമില്ല, ഒരു ക്യാപ്പ്, അതൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ഈ ബോഡി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴും സ്കിൻ ടെക്സ്ചറൊക്കെ വരുത്താൻ വേണ്ടിയിട്ടും പിന്നെ ഈ മാസ്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ലിക്വിഡ് ലാക്ടെക്സ് ആണ് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ ഒരു മൈദപ്പൊടിയാണ്. അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ കുറച്ച് എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സും ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഒരു ഗാന്ധിജീനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അല്ല, ഗാന്ധിജീനെ ഉണ്ടാക്കില്ല, ഫേസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ മുടി നന്നായിട്ട് ഇതുപോലെ അങ്ങനെ ബാക്കോട്ട് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ജെല്ലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ക്ലിങ് ഫിലിമാണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ട് ഒന്ന് ഹെയർ ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്താവോ എന്തോന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഈശ്വര, അടങ്ങി നിൽക്കുന്നുമില്ല. ചിരി വരുന്നു നിനക്ക്? എന്താണ്? എക്സൈറ്റഡ് അല്ല, എക്സൈറ്റഡ്. എക്സൈറ്റഡ് ആവുന്നേ ഗാന്ധിജി ആയോണ്ട്. അയ്യോ, അത് പൊളിക്കും. അപ്പൊ
സൗണ്ട് കേൾക്കൂല. അത് ഇട്ടി ചെയ്യും മൂടിയാല്. ഗാന്ധിജിക്ക് ചെവി ഉണ്ട്, ഇല്ലാതെ ഇല്ല. എല്ലാ മനുഷ്യനും ചെവി ഉണ്ട്. മുടി മുടി അവിടുത്തെ ഞാൻ ഇവിടെയൊക്കെ ചെറിയ ഹെയറിൻ്റെ പോർഷൻസ് ഉണ്ട്, അതൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എക്സൈറ്റഡായി. ഹെയർ കട്ട് ചെയ്യല്ലേ, ഹെയർ കട്ട് ചെയ്യല്ലേ പ്ലീസ്. ഹെയർ അല്ലല്ലേ, എനിക്ക് എപ്പോഴും അറിയാൻ കള്ളം പറ്റിച്ചതാ. കുറച്ച് ഐലാഷ് ഗ്ലൂ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒട്ടിക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ടാസ്ക് തന്നെയാണ്. ഇങ്ങനെ പൊളിഞ്ഞു പൊരിഞ്ഞു പോരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇപ്പം നിൽക്കുന്നുണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ. ഇനി എന്താണെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇനിയാണ് നമുക്ക് മൂക്കിൻ്റെ പരിപാടി നോക്കേണ്ടത്. മൂക്കുണ്ടാക്കാൻ ഞാൻ എടുക്കുന്നത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഇങ്ങനെ കുഴച്ച് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാൻ പോലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വരുത്തിയിട്ടില്ല. ഇത് നോക്കാം, ഇത് മൂക്കിന് മേലെ വെച്ച എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ ഞാനൊരു മൂക്കാക്കി എടുക്കും? ഗാന്ധിജിക്ക് ഇത്ര നീണ്ട മൂക്കായി പോയതാണ് പാടായത്. വലിയ മൂക്ക ഗാന്ധിജിക്ക്. ഗാന്ധിജിക്ക് വലിയ മൂക്ക. അയ്യോ, കൊളായി പോയി. അയ്യോ, മൂക്കിന്റെ ഹോളടയ്ക്കണോ? ഹോളിട്ടിട്ട് എങ്ങനെ ഉണ്ടാക്കും? ഓയ്യോ, ഹോളിപ്പോ കുഴിയായി പോവോ? ഹോള് നമ്മളെ കുഴി. അത് ശരിയെന്നെ. ഇതെന്താ വിച്ചിന്റെ അതേ ഫേസ്, വിച്ചിന്റെ അതേ മൂക്കാണല്ലോ, തടിച്ച മൂക്ക്. ഗാന്ധിജി എന്താ വീട്ടിൽ പറഞ്ഞ 2 പ്രാവശ്യം ഗാന്ധിജിന്റെ മൂക്ക് വലുതാണെന്ന് പറയേ. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ചിരി വരും. ഗാന്ധിജി ഇത്ര ചക്ക മൂക്കുന്നില്ലല്ലോ. ശരി, ഇതെങ്ങനെയാണ് മൂക്കാക്കി എടുക്കുക? ഇതിപ്പോ ഒരു കൊക്കിന്റെ ഷേപ്പായിട്ട്. വിച്ചിന്റെ മൂക്ക്, അതേ മൂക്ക്, തടിച്ച മൂക്ക്. ഇതെന്താ തീട്ടി ഒരു കണ്ടിട്ട് എനിക്ക് വേറെ എന്തൊക്കെയോ പോലെ തോന്നും. ഇത് കട്ടുറുമന്റെ ഉണ്ടപ്പക്കുറന്റെ അച്ഛന്റെ മാരിണ്ട്. കട്ടുറുമന്റെ അച്ഛനാ? കട്ടുറുമന്റെ അച്ഛൻ എങ്ങനെയാ? ഇത്ര അതേ മൂക്കിന്റെ ഷേപ്പ് ഒക്കെ ആവുന്നില്ലേ? ഇല്ല, ഇവിടെ ഈ മൂക്കിന്റെ ഹോള് കുറച്ചും കൂടി തടിച്ചുണ്ട്. കുറച്ചും കൂടി സ്മോളാക്ക്. റെഡി ആവാം. അവിടെ എനിക്ക് ആദ്യം ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ. അയ്യോ, ചെരിഞ്ഞ മൂക്കായി പോയോ. ഇനി ഭാഗം കൂടെ റെഡി ആക്കി എടുക്കും. ഗാന്ധിജിയുടെ മൂക്കിന് ഈ ഒരു സംഭവം കുറവാ. ഇത് കുറച്ചും കൂടി ഇങ്ങനെ നേരെ വരുന്നത്. കുറച്ച് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇതല്ല, ഈ ഒരു കോലമാക്കി എടുത്തിട്ടുണ്ട് മൂക്ക്. സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഇപ്പം എടുത്ത് പിടിച്ച് വലിച്ചെറിയാൻ തോന്നുന്നുണ്ട്. എൻ്റെ മൂക്കിൻ്റെ അവിടെയൊക്കെ ചൊറിഞ്ഞിട്ട് എനിക്ക് ഭ്രാന്താവുന്നുണ്ട്.
എനിക്ക് ഈ ഫേസിൽ ഒന്നാമത് എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നത് ഭയങ്കര ചൊറിച്ചിലാണ്. എനിക്ക് ഐലാഷ് വെക്കും, ഞാൻ ഒരു ഐലാഷ് പോലും മര്യാദയ്ക്ക് വെക്കില്ല. ഐലാഷ് വെച്ചാലും ലെൻസ് വെച്ചാലും ഒക്കെ. ഇനി മൂക്ക് ഞാൻ ഡ്രൈ ആക്കാൻ വെക്കാണ്. ഞാൻ ഈ ഒരു സൈഡിലും കുറച്ച് ഇത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഹെയറൊക്കെ പുറത്തേക്ക് കാണുന്നതുകൊണ്ട് ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മളെ സ്കിന്നിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ആവുന്ന രീതിയിൽ ഈ ഹെയർ ഒട്ടും പുറത്തേക്ക് കാണാണ്ട് ഞാൻ മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഗാന്ധിജിക്ക് മുടിയില്ലാത്തോണ്ട് അങ്ങനെ ചെയ്തത്. ഗാന്ധിജിക്ക് മുടിയില്ലാത്തോണ്ട് ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഇടുന്ന മൂക്ക് ചൊറിഞ്ഞിട്ട് മൂക്ക് ചൊറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണോ? മൂക്ക് നന്നായി ചൊറിയുണ്ട്. പറയട്ടെ, എവിടെയൊക്കെ മുടി കാണുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഉണങ്ങുമ്പോഴത്തേക്ക് ഈ ഐബ്രോസ് ഇതുകൊണ്ട് കവർ ചെയ്യാം. ഇത് സാധാ നമ്മളെ പാൻ സ്റ്റിക്കാണ്. എന്താ പറയുക, ഡാൻസ് മേക്കപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ശരിക്കും ഈ ഐബ്രോസിൻ്റെ ഇവിടെയൊക്കെ ഒരു ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്കിതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കാം. ഞാൻ ഫൗണ്ടേഷൻ കൊടുക്കുന്നില്ല, കാരണം അത്രയും ഫൗണ്ടേഷൻ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. സോ സ്കിൻ കളറുള്ള പെയിന്റ് എടുത്തിട്ട്, അക്രലിക് പെയിന്റ് ആണ്, അതെടുത്തിട്ട് മൊത്തമായിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് എന്താവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല, ചെയ്ത് നോക്കാം. പെയിന്റ് അടിച്ചു കൊടുത്തപ്പം ഇതിങ്ങനെ ചെറുതായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് കുറച്ച് മൈദപ്പൊടി കൂടെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. കുറച്ച് മൈദ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുളക് കൂടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് വീണ്ടും പെയിന്റ് അടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സെയിം കളർ ഫൗണ്ടേഷൻ തന്നെ ഞാൻ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത്, ഞാൻ സംസാരിച്ചാൽ എൻ്റെ കോൺസെൻട്രേഷൻ പോകും, അതുകൊണ്ടാണ്. അത് ചെറുതായിട്ടൊരു ഡാർക്ക് ഷെയ്ഡാണ്. നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ലൈറ്റ് ഫൗണ്ടേഷനും കൂടെ ഇട്ടെടുത്തപ്പം സെറ്റ് ആവും. ഇനി ചെറിയൊരു ലൈറ്റ് ഷെയ്ഡും കൂടെ ഇട്ടെടുക്കാം. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ചിരി വരുന്നുട്ടോ. അത് ഞാനാണോ? ഈശ്വര, എനിക്ക് വല്ല രോഗം വന്നായിട്ട്. മൂക്കിലധികം ബ്രഷ് തൊടിക്കാൻ പറ്റുന്നില്ല, മൂക്കിളക്കി പോവാൻ എനിക്കൊരു പേടി. ഇനി നമുക്ക് സെറ്റിംഗ് പൗഡർ കൂടെ ഇട്ടെടുക്കാം.
ഇനി നമുക്ക് ഈ റിങ്കിൾസ് ഒക്കെ വരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു ഡാർക്ക് ബ്രൗൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ റിങ്കിൾസ് വരച്ചു കൊടുക്കണം. എനിക്കിങ്ങനെ ഫോൺ നോക്കി ചെയ്താൽ റെഡി ആവില്ല, മിറർ നോക്കി തന്നെ ചെയ്യണം. ഗാന്ധിജീൻ്റെ അവിടെയുള്ള ചെറിയ മുടി ഞാൻ ഐ ഷാഡോ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. മുടി പോലെ കുറച്ചൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പം വലിയ കുഴപ്പമില്ല. മൂക്കിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഗാന്ധിജി ആയിട്ടോ ഇനി വേറെ ആരെങ്കിലും ആയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഇനി മീശയും കണ്ണടയും ഡ്രസ്സും കൂടെ ഇട്ടാൽ നമുക്ക് ഏകദേശം ആ ഒരു ലുക്ക് തോന്നിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മീശയ്ക്ക് വേണ്ടി ഞാനൊരു കോട്ടൺ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ അങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് എടുത്തിട്ട് മീശൻ്റെ അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. മീശ നമുക്ക് വരച്ചാൻ്റെ ശേഷം ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ മീശ ഞാൻ ഒട്ടിച്ചു കൊടുക്കാണ്. മാത്രം ഒരുമാതിരി ആയിപ്പോയി. കുഴപ്പമില്ല, റെഡിയാക്കാം. ഈ ഒരു കണ്ണടയും കൂടെ ആണല്ലോ വേണ്ടത്. അപ്പം ഞാൻ കണ്ണടയ്ക്ക് എൻ്റെ ഒരു സൺഗ്ലാസിൻ്റെ ഗ്ലാസ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹൗസ് ഇറ്റ് ഓക്കെയാണ്. ഇപ്പോൾ ഒരു ഗാന്ധിജീൻ്റെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇനി ഒരു മുണ്ടും കൂടെ ചുറ്റിയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇനി ഒരു വടീൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടല്ലേ, ഞാൻ വടി എടുത്തിട്ട് വരാം. എൻ്റെ മോനിപ്പോൾ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പേടിച്ചു പോയി. നല്ല ഉറക്കമാണ്. സമയം 3:40 പുലർച്ചെ 3:40 സമയം. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങളെ സപ്പോർട്ടും അതുപോലെ തന്നെ വേണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ്. സോ നിങ്ങൾ ഇത് കണ്ടു മാത്രം പോയാൽ പോരാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ
ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളത് കമൻസിലൂടെ അറിയിക്കുക.